രുചിക്കൂട്ട്. രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത്ര പെട്ടെന്ന് മടുപ്പ് തോന്നാത്തവയാണ് മത്സ്യവിഭവങ്ങൾ. ഇനങ്ങളിലെ വൈവിധ്യവും അതുപോലെ തന്നെ പാചകത്തിലെ വൈവിധ്യവും തന്നെയാണ് ഇതിന് കാരണം. എല്ലാത്തരം മീനുകളും എല്ലാവർക്കും ഇഷ്ടമല്ലെങ്കിൽ പോലും ചെമ്മീൻ അല്ലെങ്കിൽ പ്രോൺസ്, ഇത് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കടൽ വിഭവമാണ്. കടലിൽ മാത്രമല്ല, ചെമ്മീൻ ശുദ്ധജലാശയങ്ങളിലും വളർത്താമെന്ന് പറയുമ്പോഴാണ് ഇന്ന് പലതരത്തിലുള്ള പദ്ധതികളുണ്ട്. വീട്ടമ്മമാർക്ക് സ്വയം തൊഴിലായിട്ടും ഇത് ഒരു ഉപയോഗിക്കാവുന്ന മേഖലയാണ് ചെമ്മീൻ. അതിന് സാഹചര്യമുള്ളവർക്ക് ഒരു കൈ നോക്കാം. നമുക്കിന്ന് കിച്ചണിലേക്ക് വരാം. ചെമ്മീനായാലും കൊഞ്ചായാലും എന്താണെങ്കിലും അതിൻ്റെ പുറന്തോട് കളഞ്ഞിട്ട് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ പുറന്തോട് കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗത്ത് ഒന്ന് കത്തി വെച്ചൊന്ന് വരഞ്ഞു നോക്കുമ്പോൾ ഒരു നാര് പോലെയുള്ള അതിൻ്റെ വെയിൻ കിട്ടും. അത് മാറ്റണം. അത് മാറ്റി കളഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പാകം ചെയ്യേണ്ടത്. കാരണം അത് നമുക്ക് ചിലപ്പോൾ വയറിന് അസുഖങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് കൃത്യമായിട്ടും അത് മാറ്റി ഉപയോഗിക്കാനും നല്ലവണ്ണം വൃത്തിയായിട്ട് ഉപയോഗിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മീനായാലും ഇറച്ചിയായാലും ഒക്കെ അത് നമ്മൾ പാകം ചെയ്യുമ്പോൾ രുചി കിട്ടണമെങ്കിൽ അത് നന്നായിട്ട് വൃത്തിയാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ്, അതുപോലെ തന്നെ അവസാനമായിട്ട് കഴുകുമ്പോൾ ഗോതമ്പ് പൊടി ഒക്കെ ഉപയോഗിച്ച് വളരെ ഫ്രഷാക്കി ക്ലീനാക്കി എടുക്കാം. പിന്നെ ഇത് വളരെ പ്രോട്ടീൻ സമ്പന്നമായതുകൊണ്ട് കുറേ അധികം സമയം വേവിക്കുകയാണെങ്കിൽ അത് റബ്ബർ പോലെ ആയി പോകും. കാരണം ഇതിൽ ഏകദേശം 25% പ്രോട്ടീനാണ്. പിന്നെ ധാരാളം ജീവകങ്ങളുണ്ട്. ജീവകം B1, അയഡിൻ, ഫ്ലൂറൈഡ്, സിങ്ക്, B12, ഒമേഗ-3 ഓയിൽ, ഇതൊക്കെ കടൽ മത്സ്യങ്ങളിൽ ധാരാളമായിട്ടുണ്ട്. പിന്നെ കാൽഷ്യം, ഫോസ്ഫറസ് ഇങ്ങനെയുള്ള മിനറൽസ് അഥവാ ധാതു ലവണങ്ങളും ഇതിൽ ധാരാളമായിട്ടുണ്ട്. ഇതിന് കാലറി അളവ് കുറവായതുകൊണ്ട് ഒരു ഹെൽത്തി ഫുഡായിട്ടാണ് കണക്കാക്കുന്നത്. 100 ഗ്രാമിൽ നിന്ന് 115 കാലറി മാത്രമേ കിട്ടുകയുള്ളൂ. ഇനി വേഗത്തിലൊരു ഫ്രൈ ചെയ്ത് നമുക്കിതിനെ കഴിക്കാം. 500 ഗ്രാം ചെമ്മീന് വേണ്ടിയിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ വീതം ഗരം മസാല, ജീരകം, പെരിഞ്ജീരകം, മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഉപ്പ്, കുറച്ച് ചാട്ട് മസാല. അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, പക്ഷേ ഒരു പഞ്ച് കിട്ടും. ഇനി കുറച്ച് വിനാഗിരി ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഈ അരപ്പ് കുറച്ച് എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമുക്ക് 1 പിടി വെളുത്തുള്ളി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 5-6 പച്ചമുളകും കൂടി ചേർത്ത് ഒരു ഗ്ലോസി ഫീലിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കോൺഫ്ലോർ ഇത്തിരി വെള്ളത്തിലൊന്ന് കലക്കിയതിന് ശേഷം അതൊഴിച്ച് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പല രീതിയിൽ നമുക്ക് ഈ ഒരു വിഭവത്തിനെ മാറ്റിമറിച്ച് ഉപയോഗിക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. രുചിക്കൂട്ട്. നിർവഹണം ലീന.